ഇന്ത്യൻ ഭരണഘടനയോ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഏതെങ്കിലും നിയമനിർമ്മാണ സഭയോ അത് സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയോ പാർലമെൻറ്റോ അംഗീകരിച്ചൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഭാരതാംബയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഭാരതാംബയ്ക്ക് ഒരു നിയമസാധുതയുമില്ല, ഒരു ഭരണഘടനാ സാധുതയുമില്ല എന്നതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. പലതവണ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയിൽ ഒരിടത്തും ഭാരതാംബ എന്നൊരു പ്രയോഗമേ ഇല്ല. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, അതാണ് ഭാരത ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഭാരതാംബയെന്നോ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ വൈകാരികമായ പ്രയോഗങ്ങളൊന്നും അതിൻ്റെ ഭാഗമല്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏതെങ്കിലും നിയമ സംവിധാനത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയിലെ നാഷണൽ സിംബൽസുമായി ബന്ധപ്പെട്ട ദേശീയ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട നിലവിലിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്. അതിലൊന്ന് ദ എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് 1950. ഇതുപ്രകാരം ഏകദേശം 28ഓളം നാഷണൽ എംബ്ലത്തിനെയും സിംബൽസിനെയും കുറിച്ചും പറയുന്നുണ്ട്. ഇതിൽ ഒരിടത്തും ഭാരതാംബ എന്നൊരു പ്രയോഗം കാണാൻ കഴിയില്ല. രണ്ടാമത്തത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971. അതിൽ നാഷണൽ ഫ്ലാഗിനെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചും നാഷണൽ ആന്തത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു. അവിടെയും ഭാരതാംബ എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഭാരതാംബ എന്ന പ്രയോഗത്തിന് രാഷ്ട്രീയമായി അഥവാ ഭരണഘടനാപരമായി നിയമപരമായി ഒരു സാധുതയുമില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്.